ബ്രെയിൻ ട്യൂമർ നേരത്തെ തിരിച്ചറിയാം. ഈ 10 സൂചനകൾ അവഗണിക്കരുത്. മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ അസാധാരണമായ വളർച്ചയാണ് ബ്രെയിൻ ട്യൂമർ. ഇത് ദോഷകരമല്ലാത്തതോ അല്ലെങ്കിൽ മാരകമായതോ ആകാം. തലച്ചോറിന്റെ ഏത് ഭാഗത്തും ഇവ വികസിക്കാം. ട്യൂമർ ചുറ്റുമുള്ള മസ്തിഷ്ക കോശങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കാം. ജനിതക മാറ്റങ്ങൾ, റേഡിയേഷൻ എക്സ്പോഷർ തുടങ്ങിയവ ബ്രെയിൻ ട്യൂമർ വികസിക്കുവാൻ കാരണമായേക്കാം. നേരത്തെയുള്ള രോഗനിർണയം വൈജ്ഞാനികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതിൽ നിന്ന് തടയുവാൻ സഹായിക്കും. ശരീരം നൽകുന്ന ഈ സൂചനകൾ ഒരിക്കലും അവഗണിക്കരുത്. ഒന്നാമതായി, സ്ഥിരമായ തലവേദന. അതികഠിനമായതും വിട്ടുമാറാത്തതുമായ തലവേദന ബ്രെയിൻ ട്യൂമറിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിൽ ഒന്നാണ്. രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ, ചുമ അല്ലെങ്കിൽ തുമ്മൽ ഉള്ള സമയങ്ങളിൽ തലവേദനയുടെ തീവ്രത വർദ്ധിക്കാം. ട്യൂമർ വളരുന്നതിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. രണ്ടാമതായി, കോച്ചിപ്പിടുത്തം. ശരീരം മുഴുവൻ കോച്ചി പിടിക്കുന്ന ഒരു തരം അനുഭവം ഇടയ്ക്കിടെ ഉണ്ടാകുന്നത് ബ്രെയിൻ ട്യൂമറിന്റെ സൂചനയാകാം. ട്യൂമർ മസ്തിഷ്ക കോശങ്ങളെ പ്രകോപിപ്പിക്കുകയും അസാധാരണമായ വൈദ്യുതി പ്രവർത്തനത്തിന് കാരണമാക്കുകയും ചെയ്യും. ഇത് ശരീരം കോച്ചി പിടിക്കുവാനും പേശി വിറവലിനും കാരണമാകും. കാഴ്ചയിലെ മങ്ങൽ. കാഴ്ചമങ്ങൽ, ഡബിൾ വിഷൻ, ഭാഗികമായോ പൂർണ്ണമായോ കാഴ്ച നഷ്ടപ്പെടുന്നതും ചിലപ്പോൾ ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമാകാം. ഒപ്റ്റിക് നാഡിയിലോ അതിന് സമീപത്തോ സമ്മർദ്ദമുണ്ടാകുന്നത് കാഴ്ചയിലെ തകരാറിലുണ്ടാകുകയും കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മൂന്നാമതായി, ഓക്കാനം, ഛർദി. ഓക്കാനം, ഛർദി മസ്തിഷ്ക ട്യൂമർ മൂലമുണ്ടാകുന്ന ഇൻട്രാക്രീനിയൽ മർദ്ദം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങൾ രാവിലെയാണ് കൂടുതലായി കാണപ്പെടാറുള്ളത്. നാലാമതായി, ബാലൻസ് നഷ്ടപ്പെടാം. ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുക, ചലനങ്ങൾ ഏകോപിപ്പിക്കുവാൻ പ്രയാസം എന്നിവ സെറിബെല്ലത്തെയോ അല്ലെങ്കിൽ ബ്രെയിൻ ബസ്റ്റ് ട്യൂമർ ബാധിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക. അഞ്ചാമതായി, ഓർമ്മപ്പിശക്. ഏകാഗ്രത, ഓർമ്മപ്പിശക്, ആശയക്കുഴപ്പം തുടങ്ങിയവ ബ്രെയിൻ ട്യൂമറിന്റെ മറ്റൊരു പ്രധാന ലക്ഷണമാകാം. തലച്ചോറിന് മുൻഭാഗങ്ങളിൽ അല്ലെങ്കിൽ ടെമ്പറൽ ലോബുകളിലോ ഉള്ള മുഴകൾ വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ തകരാറിലാക്കും. ഇത് ചിന്താശേഷിയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ആറാമതായി, പെരുമാറ്റത്തിലുള്ള മാറ്റം. വ്യക്തിത്വത്തിലോ പെരുമാറ്റത്തിലോ മാനസികാവസ്ഥയിലോ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. പെരുമാറ്റത്തെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഫ്രണ്ടൽ ലോബിനെ ട്യൂമർ ബാധിക്കുന്നതിന്റെ ലക്ഷണമാകാം. ക്ഷോഭം, വിഷാദം അല്ലെങ്കിൽ വൈകാരിക പൊട്ടിത്തെറി എന്നിവയിലേക്ക് ഇത് നയിക്കാം. ഏഴാമതായി, സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അവ്യക്തമായ സംസാരം അല്ലെങ്കിൽ വാക്കുകൾ മനസ്സിലാക്കുന്നതിലും രൂപപ്പെടുത്തുന്നതിലുമുള്ള ബുദ്ധിമുട്ട് എന്നിവ ഭാഷാ സംസ്കരണത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗത്തിൽ ട്യൂമർ രൂപപ്പെടുന്നതിലൂടെ ഉണ്ടാകാം. എട്ടാമതായി, മരവിപ്പ്. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ബലഹീനത അല്ലെങ്കിൽ മരവിപ്പ് മോട്ടോർ കോർട്ടസിനെ ബാധിക്കുന്ന ട്യൂമർ മൂലമാകാം. ഈ ലക്ഷണം പലപ്പോഴും സ്ട്രോക്കിനോട് സാമ്യമുള്ളതാണ്. ഒമ്പതാമതായി, കേൾവി പ്രശ്നങ്ങൾ. കേൾവിക്കുറവ്, ചെവിയിൽ മുഴക്കം എന്നിവ തലയോട്ടിയിലെ ഞരമ്പുകൾക്ക് സമീപമുള്ള ട്യൂമർ വളരുന്നതിന്റെ സൂചനയാകാം. ട്യൂമർ വളരുന്നതിനനുസരിച്ച് ഈ ലക്ഷണങ്ങൾ ക്രമേണ വികസിച്ചേക്കാം.